ഞാൻ അവിടെ വന്നപ്പോ പെട്ടെന്ന് എന്റെ സ്ഥാനത്ത് രമ്യ അവിടെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല രാധമേ. അതെനിക്ക് ഒരുപാട് വിഷമമായി. ഞാനല്ലേ രാജുവും പ്രിയചേച്ചിയും ശ്രീലക്ഷ്മിയും കഴിഞ്ഞ രാധമ്മയുടെ മോളെന്ന് രാധമ്മ എപ്പോഴും പറയാറ്. ആ സ്ഥാനത്ത് രമ്യയെ കണ്ട എനിക്ക് വിഷമം വരില്ലേ? സോറി രാധമ്മ. രാധമ്മ കരയല്ലേ പ്ലീസ്. മോളെ തന്നെയാ രാജുവിനെക്കാട്ടിലും പ്രിയയെക്കാട്ടിലും ശ്രീലക്ഷ്മിയെക്കാട്ടിലും എനിക്ക് മോളെ തന്നെയാ കൂടുതൽ ഇഷ്ടം. അതെന്നും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ എനിക്കറിയില്ല മോളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ നടക്കണമെന്നില്ലല്ലോ. ദൈവം വിധിച്ച തീരുമാനങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിൽ നടക്കൂ. നമ്മുടെയൊക്കെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ എത്ര ഭാഗ്യവന്മാരും ഭാഗ്യവതികളും ആയിരുന്നേനെ. എനിക്ക് മോളോട് എന്താണ് കൂടുതൽ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ഒരുപാട് വിഷമമായി. മോള് വന്നിട്ട് രാധമ്മയുടെ മുന്നിൽ നിന്ന് പോയത് രാധമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. രാധമ്മ മാപ്പ് ചോദിക്കാനാ വിളിച്ചത്. മാപ്പോ? രാധമ്മ എന്തീ പറയുന്നേ? സ്വന്തം മക്കളോട് അമ്മമാര് മാപ്പ് ചോദിക്കോ? അതിന്റെ ആവശ്യമൊന്നും ഇല്ല രാധമ്മേ. രാധമ്മയ്ക്ക് വിഷമം വന്നതുപോലെ എനിക്കും വിഷമം വന്നു. രണ്ടുപേരും അത് തുറന്നും പറഞ്ഞു. നമുക്കിടയില് ഇനി ഒരു പ്രശ്നവും പിണക്കോ ഒന്നുമില്ല. എന്നിട്ട് രമ്യയുടെ വീട്ടുകാര് പറഞ്ഞതുപോലെ രാജുവും രമ്യയായിട്ടുള്ള വിവാഹം നിങ്ങൾ ഉറപ്പിച്ചോ രാധമ്മേ? നീ ഫോണിൽ നിന്നേ. നീ കരഞ്ഞ പാവം ആ കുട്ടിയെ കൂടി വിഷമിപ്പിക്കല്ലേ. താടി മാഡം, അങ്ങനെ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ലെന്ന് മാഡത്തിന് അറിയാലോ. എല്ലാം ദൈവം വിധിക്കുന്ന പോലെ നടക്കൂ. എല്ലാം ദൈവം നടത്തി തരും, അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെ എല്ലാം വിശ്വസിച്ച് ജീവിക്കുന്ന പച്ചയായ മനുഷ്യരാ ഞങ്ങള്. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തില് ദൈവം നല്ലത് തന്നതിനോടൊപ്പം മോശാനുഭവങ്ങളും ഒരുപാട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മുന്നോട്ട് ദൈവം എന്ത് വിധിച്ചാലും അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. മാഡവും അങ്ങനെ ചിന്തിച്ചാ മതി. വിധിച്ചത് നടക്കട്ടെ. വിഷമമൊക്കെ മാറുമ്പോ ഞാൻ രാധമ്മയോട് മാഡത്തെ വിളിക്കാൻ പറയാം. വെക്കട്ടെ മാഡം. അകലേ നോവിനാലേ